അത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്താനുള്ള ഒരു നിലപാട് എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്? അല്ല, അങ്ങനെയല്ല. അതിപ്പം മുസ്ലിം ലീഗ് എല്ലായ്പ്പോഴും നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. ഇപ്പം ഈ ഒരു സമയത്ത് ആരെയും അകറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമില്ല. ഇപ്പം യുവതികൾക്ക് ലീഗൊന്നും പ്രാതിനിധ്യം നൽകിയിട്ടുള്ളൊരു പാർട്ടിയാണ്. സമസ്തക്കും ലീഗിനിടയിലും പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അത് ലീഡേഴ്സ് ഇപ്പം വലിയ സമസ്തയുടെ പ്രസിഡന്റ് ആണെങ്കിൽ സാദിഖ് ഋഷിയാബ്ദങ്ങളൊക്കെ ആ രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും അവർ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതൊക്കെ മുസ്ലിം ലീഗിന് നേടിയെടുക്കാൻ സാധിക്കും. ആ രീതിയിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ അവകാശവാദങ്ങൾ അതിന് വലിയ വില കൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ഘടകകക്ഷികളും ഗവൺമെൻറ്റൊക്കെ ആ രീതിയിൽ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ്, എനിക്ക് തോന്നുന്നത് ഞങ്ങളിപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗിനൊരു മുഖ്യമന്ത്രി വേണം എന്നുള്ളൊരു ആവശ്യമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. അല്ല, മുസ്ലിം ലീഗ് ഒരു മൂല്യാധിഷ്ഠിത മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മതത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് ദ അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു. യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നിർണായകമായ മാറ്റങ്ങൾ എടുത്ത വാർത്ത പുറത്തു വന്ന തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. വനിതാ സംവരണം 20% നിർബന്ധമാക്കി. 40 വയസ്സ് പൂർത്തിയായ ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നിർബന്ധിതമായി തന്നെ മാറി നിൽക്കേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെയെങ്കിൽ മുനവ്വർ അലി തങ്ങളെ യൂത്ത് ലീഗ് ഭാരവാഹി എന്ന നിലക്കുള്ള അവസാന ഘട്ടത്തിലേക്ക് നാം സംസാരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ ഇത്തരം മാറ്റങ്ങൾ എടുക്കണം എന്നുള്ളൊരു നിർണായകമായ ചർച്ചകൾ അതുപോലെ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു ഘട്ടം ശരിക്കേത് സാഹചര്യം എങ്ങനെ വിലയിരുത്തുന്നു? യൂത്ത് ലീഗിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള തീരുമാനങ്ങളാണ് താങ്കൾ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും. അതിൽ ഇപ്പോൾ ഞങ്ങൾ ഭേദഗതി വരുത്തിയത് വനിതാ പ്രാതിനിധ്യമാണ്. അത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഒരു നയമാണ്. ആ നേരേഖയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗും 20% യുവതികൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. അതിൻ്റെ ഭാഗമായി അത് ശാഖാതലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ ഘടകങ്ങളിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. ഈ സംവരണം സ്വാഭാവികമായിട്ടും അടുത്തൊരു തെരഞ്ഞെടുപ്പുകളിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമെന്നുള്ള പ്രതീക്ഷിക്കാവും. എങ്ങനെ അതിൻ്റെ സാഹചര്യം? അല്ല, യുവതികൾക്ക് ലീഗൊന്നും പ്രാതിനിധ്യം നൽകിയിട്ടുള്ളൊരു പാർട്ടിയാണ്. നമ്മുടെ വലിയ വിഭാഗമാണ് വനിതാ ലീഗ്. അവർ വലിയ രീതിയിൽ പുതിയ ആശയങ്ങൾ, കാരണം അവരൊക്കെ നല്ല രീതിയിലുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ്. നല്ല ഇപ്പോൾ അടുത്തൊരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ഒരു കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ഇപ്പോൾ അടുത്ത് ഡോക്ടറേറ്റ് കിട്ടിയൊരു വനിതയാണ്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ഗവേഷണങ്ങളും ആഴത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തി വരുന്നവരാണ് നമ്മുടെ സഹോദരിമാർ. അപ്പോൾ അവരെ കൂടി നമ്മുടെ സംഘടനാ തലത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ അതിൽ കൂടുതൽ പാഷനേറ്റ് ആയിക്കൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ് അവരൊക്കെ. അപ്പോൾ സംഘടനയ്ക്ക് ഒന്നുകൂടി ഊർജ്ജം നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നല്ലോ, ഒരു ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം. അതിൽ നിന്ന് മാറി നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഘട്ടത്തിലുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് മുസ്ലിം ലീഗിനേക്കാൾ ഒരു പടി മുമ്പിൽ യൂത്ത് ലീഗ് അതിനൊരു സ്വയം നവീകരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ മാതൃസംഘടനയാണ്. അതിൻ്റെ ഒരു പോഷക സംഘടന എന്ന നിലക്ക് അതിനെ ബാക്കപ്പ് ചെയ്യുന്ന ഒരു പോഷക സംഘടന, അതാണ് മുസ്ലിം യൂത്ത് ലീഗ്. അപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് ഒരിക്കലും ഈ ലീഗിനെ മറികടക്കാനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുക എന്നല്ല മുസ്ലിം യൂത്ത് ലീഗ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിൻ്റെ അതേ രീതിയിലുള്ള പ്രത്യയശാസ്ത്രവും അതേ രീതിയിലുള്ള ഭരണഘടനയുമാണ് മുസ്ലിം യൂത്ത് ലീഗിനുള്ളത്. പക്ഷേ ഒന്നുകൂടി അഗ്രസീവായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സമരം ചെയ്യേണ്ടി വരും, പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരും, അതുപോലെ പ്രതിഷേധ സംഗമം നടത്തേണ്ടി വരും. ഇതൊക്കെ ഒരു സർക്കാരിനെതിരെയുള്ള ചില നിലപാടുകൾ നയപരമായ രീതിയിൽ മുസ്ലിം യൂത്ത് ലീഗ് എന്നും ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള പല വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഒരു പഠന കേന്ദ്രം
എന്ന നിലക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രത്യയശാസ്ത്രവും ഇന്ത്യൻ രാഷ്ട്രീയവും നിയമങ്ങളും എല്ലാം 6 മാസത്തോളം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് പൂർത്തീകരിച്ച ഏകദേശം 25,000-ഓളം പഠിതാക്കൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കോഴ്സുകൾ നമ്മൾ നടത്തിയിട്ടുള്ളൊരു വലിയ ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ അവരെ ഐഡിയോളജിക്കലായി അവരെ കൂടുതൽ പ്രാപ്തരാക്കുക. അതുപോലെ ഇപ്പോൾ സോഷ്യൽ സെക്ടറിൽ ഇപ്പോൾ പ്രക്ഷോഭങ്ങളും മറ്റുമൊക്കെ നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹം ആവശ്യമായി വരുന്ന ഒന്നാണ് ബ്ലഡ്. അപ്പോൾ 50,000-ഓളം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജൂൺ വരെ അതിൻ്റെ സമയപരിധിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാ ജില്ലകളിലും വളരെ സജീവമായി ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ഡാറ്റ ഇവിടെ ഞങ്ങൾക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു സാമൂഹ്യപരമായ രീതിയിൽ സാമൂഹ്യ ഇടപെടൽ എന്ന നിലക്ക് ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നിരന്തരം പദ്ധതികളും അതിനൊപ്പം തന്നെ വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലും മുസ്ലിം ലീഗിൻ്റെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചാൽ അത് വളരെ സക്സസ്ഫുള്ളായി അത് റൺ ചെയ്യും. ഒപ്പം ഒരു സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിലെ ഏറ്റവും റെക്കോർഡ് തുക സ്വീകരിക്കുന്നതിൽ എല്ലാ ശാഖാ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ ഘടകങ്ങളും സജീവമാവും. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവർക്ക് ഷുവർ സീറ്റാണ് ലീഗിന്റെ എല്ലാ സീറ്റുകളും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആടി ഉലയുന്ന സമയത്തും ലീഗിന്റെ മെക്കാനിസം വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നതിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്താണ് എന്നുള്ളത് അത് ജനങ്ങൾ നൽകിയിട്ടുള്ള വിശ്വാസമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി കേവലം ഒരു അധികാര കേന്ദ്രമായി മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഞങ്ങൾക്ക് ഏകദേശം 25 ലക്ഷത്തിലധികം ആളുടെ മെമ്പർഷിപ്പ് ഉണ്ട്. ഇതൊരു വലിയ റിസോഴ്സാണ്, ഒരു വർക്ക് ഫോഴ്സാണ്, അതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള അസറ്റാണ്. ഈ ഒരു മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ആ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം അത് കൃത്യമായി അണികൾക്ക് ബോധവൽക്കരണം ചെയ്തുകൊണ്ട് അണികൾ അതെക്കുറിച്ച് ബോധവാന്മാരാണ്. അപ്പോൾ തീർച്ചയായും അണികൾക്ക് ലീഡർഷിപ്പിലുള്ള വിശ്വാസം അതൊരു ഘടകമാണ്. അപ്പോൾ ലീഡർഷിപ്പ് ആ രീതിയിൽ വളരെ പൊക്കമായ രീതിയിലുള്ള പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യുകയും അതിലൂടെ നമ്മുടെ ഒരു അജണ്ടയുണ്ട്. നമ്മൾ ഈ ഒരു രാജ്യത്ത് സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ക്രമസമാധാനം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു അജണ്ട തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങൾ ഇവിടെ വരുമ്പോൾ ആ പാർട്ടിയെ കൂടുതൽ പിന്തുണക്കാനും ആ പാർട്ടിക്ക് കൂടുതൽ സപ്പോർട്ടോടു കൂടി ഈ പാർട്ടി നിലനിൽക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ, ഇപ്പം ഹാദിയ എന്ന പേരിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച പാർട്ടി പ്രവർത്തന ഫണ്ടിൻ്റെ ഒരു പദ്ധതി ഞങ്ങൾ തുടങ്ങിയപ്പോൾ അന്ന് 12-ലധികം കോടി രൂപയാണ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയത്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ദേശീയ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി ഇതുപോലുള്ളൊരു ഫണ്ട് റൈസിങ് നടത്തിയപ്പോൾ ഏകദേശം 27 കോടിയോളം രൂപ ജനങ്ങൾ നൽകി. അവസാനമായി വയനാട്ടിലെ ആ ദുരന്ത ഭൂമിയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഫോർ വയനാട് എന്നൊരു ആപ്പ് വഴി മുസ്ലിം ലീഗ് സമാഹരിച്ചത് 36 കോടി രൂപയാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ എല്ലാവരും ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ മേഖലയിൽ താല്പര്യമുള്ളവർ അവർ പൊതുപ്രവർത്തകരാണ്, അവർ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി സാമൂഹ്യ സേവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്. അപ്പോൾ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമായി മുസ്ലിം ലീഗിനെ കാണുകയും മുസ്ലിം ലീഗ് ചെയ്യുന്ന എല്ലാ പദ്ധതികളുമായി അവർ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. മുസ്ലിം ലീഗിനെ പലപ്പോഴും ഒരു വിഭാഗം ആളുകൾ പരിചയപ്പെടുത്തുന്നത് ഒരു മതത്തിന്റെ പേരിലേക്ക് ചുരുക്കി കെട്ടി, അതല്ലെങ്കിൽ ഒരു പിന്തിരിപ്പൻ സംവിധാനം എന്ന നിലക്ക്. അപ്പോൾ സൊസൈറ്റിയിൽ ഇത്രയൊക്കെ സാധ്യതകൾ കാണിച്ചു കൊടുത്ത് ഇത്രയൊക്കെ പദ്ധതികൾ അവതരിപ്പിച്ച ഒരു പാർട്ടി ഇപ്പോഴും അത്തരം ലേബല് വരുത്തുന്നതിന് എന്തായിരിക്കും അതിന്റെ അജണ്ട എന്നുള്ളത്? അല്ല, രാഷ്ട്രീയം ആവുമ്പോൾ അതിൽ ഒരുപാട് വിമർശനങ്ങളുണ്ടാവും. കാരണം ഭരണപക്ഷം പ്രതിപക്ഷം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായി വിമർശിക്കുക എന്നുള്ളത് ജനാധിപത്യ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം അവർ എടുക്കുന്നു. അപ്പോൾ അത് അങ്ങനെ അവർ വിമർശിച്ചു എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് തളരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നമ്മുടെ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ലീഗിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പലരും ഇവിടെ നടത്തുമ്പോഴും മുസ്ലിം ലീഗ് ഒന്നും തളരാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഞങ്ങൾ
ഞങ്ങളുടെ പ്രവർത്തനത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയും ഞങ്ങൾ അതിൽ മറ്റൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും വിമർശകർക്ക് എന്നും മുസ്ലിം ലീഗ് ഒരു ഒളിയമ്പാണ്. അത് തുടക്കം മുതൽ തന്നെയുണ്ട്. അപ്പോൾ അത് കരുതിക്കൊണ്ട് ഞങ്ങൾ ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല, പ്രവർത്തനത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംഘടനയുടെ ഒരു പ്രവർത്തന രീതി, അതിൻ്റെ മെക്കാനിക്സ് ഒക്കെ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ഒരു വിമർശനമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്. കാരണം പാണക്കാട് നിന്ന് പ്രഖ്യാപിക്കുന്നു, അണികൾ എല്ലാവരും അത് സ്വീകരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഒരു തരം ചോദ്യം ചെയ്യലിൻ്റെ സാധ്യതകൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ വലിയൊരു വിപുലമായ സംവിധാനം എങ്ങനെ നടക്കുന്നു, അതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയെന്നുള്ള കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് മുസ്ലിം ലീഗിൽ? അല്ല, മുസ്ലിം ലീഗ് വളരെ ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പാർട്ടി പ്ലാറ്റ്ഫോം, അപ്പോൾ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ എന്തും തുറന്നു പറയാനും ആരെ വിമർശിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഉൾപാർട്ടി ജനാധിപത്യം വളരെയധികം നിലനിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ്. ഇപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റിയിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അനുഭവമുള്ളത് ലീഡേഴ്സിനെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടാകും. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുത്തലുകൾ, അതായത് ഞങ്ങൾ ഒരിക്കലും ഒരു ഏകാധിപത്യത്തിന് വേണ്ടി ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടിയല്ല. പാണക്കാട് നിന്നും പാണക്കാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാവരും പാണക്കാട് തീരുമാനിക്കുന്നില്ല. പക്ഷെ പാണക്കാട് എന്താണ് ഞങ്ങൾ ചെയ്യാറ്, ഞങ്ങളും പിതാവും ഉള്ള സമയത്ത് മുതൽ അന്ന് മുതൽ ഉള്ളൊരു രീതി, അത് എല്ലാവരെയും ഉന്നത നേതാക്കളെ വലിയ സീനിയർ ലീഡേഴ്സിനെ വിളിച്ചു വരുത്തി അവരുമായി മണിക്കൂറുകൾ ചർച്ച നടത്തി എന്താണ് തീരുമാനം എന്നത് എല്ലാവരുടെയും വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ പിതാവ് എനിക്ക് ഓർമ്മയുണ്ട്, അത് എല്ലാവരും സംസാരിച്ച് അവസാനം തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച ശേഷമാണ് അദ്ദേഹം തീരുമാനം പറയാറ്. അത്രയധികം സൂക്ഷ്മത പുലർത്തുകയും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ മാത്രമാണ് അത്തരം തീരുമാനം എടുക്കുകയുള്ളൂ. ഒരിക്കലും ജനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനത്തിനും അദ്ദേഹം കൂട്ടിക്കാറില്ല. അതിനെയാണ് അതിൻ്റെ പിൻഗാമികളായിട്ടുള്ള സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ചെയ്തിട്ടുള്ളതും ഇപ്പോൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ആ രീതിയിൽ തന്നെ അദ്ദേഹം പാർട്ടി നേതാക്കളുമായി ആലോചിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുമായൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കാറ്. ഈ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു മതാതിർത്തി എന്നുള്ള ഒരു സൈഡ് ഉണ്ട്, ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് മറ്റൊരു സൈഡ് ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഇടയിലുള്ള ഈ സംഘർഷത്തെ ഒരു സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളത്? അല്ല, മുസ്ലിം ലീഗ് ഇപ്പോൾ കേരളക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു പാർട്ടിയല്ല. ഒരു മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാർട്ടിയാണെങ്കിലും ഏറ്റവും കൂടുതൽ മതേതര സ്വഭാവമുള്ളൊരു പാർട്ടി കൂടിയാണ്. ഇവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പറയുമ്പോഴും മുസ്ലിം ലീഗിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ഈ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റ്സ് ജയിക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെയും ക്രൈസ്തവ വിശ്വാസികളുടെയും എല്ലാ ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാവരുടെയും വോട്ട് കിട്ടിയത് കൊണ്ടാണ് മുസ്ലിം ലീഗ് ഇവിടെ അധികാരത്തിൽ വരുന്നതും അവർക്ക് വോട്ട് കിട്ടുന്നതും. അപ്പം അങ്ങനെ മുസ്ലിം ലീഗ് എന്നുള്ള ഇത് ഒരു മുസ്ലിം പാർട്ടി ആയിട്ടല്ല ഇതിനെ കാണുന്നത്. ഇതൊരു മുസ്ലിങ്ങളെയും അതുപോലെ ന്യൂനപക്ഷങ്ങളെയും ജനാധിപത്യവുമായി ബന്ധപ്പെടുത്തുന്ന പാലമായി കൊണ്ടാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ടുള്ളത്. അതാണ് ഖൈദമില്ലത്ത് മുഹമ്മദ് സാഹിബ് ടു ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ മൈനോറിറ്റീസ് ആൻഡ് ദി ഡെമോക്രസി. അപ്പോൾ അതിനേക്കുള്ള പാലമായി പ്രവർത്തിക്കുകയും ഇവിടെ ഇപ്പം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോയ ഒരു ന്യൂനപക്ഷ സമൂഹമുണ്ട്. അപ്പോൾ അവരൊക്കെ അപകർഷതാ ബോധത്തോടു കൂടി ജീവിച്ചവരാണ്, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിട്ടവരാണ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നവരാണ്. അപ്പോൾ ഇവരൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ഒരു പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് ആവശ്യമാണ്. ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പോട് കൂടിയാണ് അവരൊക്കെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കേവലം ഒരു NGO ഉണ്ടാക്കി അതിലൂടെ എന്തെങ്കിലും തുടങ്ങാൻ സാധിക്കില്ല. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടി ഭരണത്തിൻ്റെ അധികാരവും അതിൽ നമ്മുടെ ഡിസിഷൻ ബോഡിയിൽ നമുക്ക് സേ ഉണ്ട്. ആ ഒരു സേ നമുക്കവിടെ പറയാനുള്ള അവസരം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സർവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതാണ് ജനാധിപത്യ രാഷ്ട്രം. അല്ലെങ്കിൽ ജനാധിപത്യം ഇല്ലല്ലോ. അപ്പോൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു ഡെമോക്രസിയുടെ ഭാഗമായി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ അതിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ട് അവരെ ആ ഡെമോക്രസിയുടെ മുൻപന്തിയിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്
നമ്മുടെ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. ഈ കൊടപ്പനക്കൽ തറവാടിന്റെ നേതൃത്വത്തിൽ ഇത്രയേറെ പദ്ധതികൾക്ക് ഒരു കൃത്യനിർവഹണം നടത്തുന്ന സമയത്ത് തന്നെ ഒരുതരം ആനുകൂല്യം ഉണ്ടാവുമല്ലോ നേതാക്കൾ, അതല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന സയ്യിദുമാർ, ആ പ്രവാചക പരമ്പര എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കൃത്യമായ തീരുമാനമെടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു നടപടി എടുക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു സ്നേഹ സാമീപ്യം ഒരു പരിമിതിയായി വരാറുണ്ടോ? അല്ല, നമ്മളെ ആളുകൾ സ്വീകരിക്കുന്നത് ഒരു എല്ലാവരും പൊതുവായി സ്വീകരിക്കപ്പെടുന്ന ഒരു കുടുംബം എന്ന നിലക്കാണ്. ഞങ്ങളുടെ പൂക്കോയത്തങ്ങൾ പിതാമഹനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാലം മുതൽ തന്നെ ഒരു അൺഡിസ്പ്യൂട്ടഡ് ലീഡർ എന്ന നിലക്കാണ് ഞങ്ങളുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മൈദുൽ അലി ശിഹാബ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്നേഹം, അത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. അത് അതിലേറെ ഉത്തരവാദിത്തമാണ് ജനങ്ങൾക്ക് തിരിച്ചു നൽകേണ്ടതൊന്നും. ആ സ്നേഹ സാമീപ്യം പലപ്പോഴും ഇപ്പം പൊളിറ്റിക്കലായി ചിലപ്പോൾ ചില തീരുമാനം എടുക്കേണ്ടി വരും, സാമൂഹികപരമായി ചിലപ്പോൾ തീരുമാനം എടുക്കേണ്ടി വരും, ചിലപ്പോൾ പാർട്ടിയിൽ ആരെങ്കിലും നടപടി എടുക്കേണ്ടി വരും. പക്ഷെ അവരോടൊക്കെ അപ്പോഴും അവരെ ചേർത്ത് പിടിക്കും, മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ ടെക്നിക്കൽ ഒരു നടപടി മാത്രമാണ് എന്നുള്ള നിലയ്ക്ക് അവർ ബോധ്യപ്പെടുത്തുകയും അവരെ മാനസികമായി അടുപ്പിക്കാൻ മാക്സിമം ഞങ്ങൾ തയ്യാറാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും മാനസികമായി പ്രയാസപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കാറ്. അതുതന്നെയാണ് ഇപ്പോഴും നമ്മുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി ആണെങ്കിൽ വിവിധ മഹല്ലുകളുടെ കാളിയാണ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുണ്ട്. അപ്പോൾ ഇത്രയേറെ വ്യത്യസ്ത പദവികളുടെ ഭാഗമാവുമ്പോൾ സ്വാഭാവികമായും ഇതിനൊന്ന് സമന്വയിപ്പിക്കുന്നതിലൊരു ചില പരിമിതി ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒരു സിനിമയിൽ നിന്നുള്ളൊരു താരമുണ്ടെങ്കിൽ അന്നത്തെ വൈകുന്നേരത്തെ സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ഒരു ട്രോളോ കമന്റോ എന്നുള്ളത് ഇതായിരിക്കും. കാരണം മഹല്ലുകളെ കാളിയാണ്, ഇവിടെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ അധ്യക്ഷനാണ്, പിന്നെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലധികാരിയാണ് എന്നുള്ളത്. വ്യക്തിപരമായി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നമ്മളൊരു പൊതുസമൂഹം, എല്ലാവർക്കും അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. നമ്മൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സഹിച്ചുകൊണ്ട് ഒരു മതപരമായ നമ്മുടെ ഐഡിയോളജിയിൽ നിന്നും അതിന് വിരുദ്ധമായി ഒരിക്കലും നമ്മൾ നിൽക്കാൻ പാടില്ല. പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലൊരു മോഡസ്റ്റ്, അതായത് നമ്മൾ ബഹുസ്വരത, അതായത് കദാലിക ജാലിനാക്കും ഉമ്മത്തൻ വസത്ത, അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ മധ്യമ സമൂഹമാക്കിയാണ് നിങ്ങൾ അയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു മോഡസ്റ്റ് കാഴ്ചപ്പാട് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളേണ്ടി വരും, എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഡിപ്ലോമാറ്റിക് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും അതനുസരിച്ച് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. ഒരിക്കലും അതിനെ കൂടുതൽ അഗ്രസീവായി അത്തരം മേഖലയും നമ്മൾ മാറ്റാൻ നമ്മൾ ശ്രമിക്കരുത്. ഇതൊക്കെ ഒരു കാര്യങ്ങൾ ഇവിടെ നോർമലായി കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദോഷം വരാത്ത കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ നമുക്ക് ആരെയും മാനസികമായി പ്രയാസപ്പെടുത്താത്ത അവരെ സന്തോഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പോകാൻ നമുക്ക് സാധിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും എല്ലാ പ്രാസംഗികരും പറയുന്ന കാര്യമാണ്, അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തിയ സമയത്ത് അവിടെ ആദ്യം എത്തിയ രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുനവ്വറിൽ തങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു മറ്റേ വിഷുവിന് എത്തുന്ന ഹൈന്ദവ സഹോദരനായ ഒരു ഏട്ടനെ കുറിച്ച്. കൃഷ്ണദാശാരി, അവര് കൃഷ്ണ ചേട്ടൻ 63 വർഷമായി തുടരെ ആ തറവാട്ടിലേക്ക് വരുന്നുണ്ട് വിഷുദിനത്തിൽ. അപ്പൊ ഇത്തരം മാതൃകകൾ മുന്നോട്ട് വെക്കുന്ന സമയത്തും ഒരു വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് പോലും അതിനെ അംഗീകരിക്കാൻ ഒരു തരം പ്രയാസമുള്ളത്, അത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണോ, അതല്ല എന്താണ് അതിലെ പരിമിതി എന്നുള്ളത്? അല്ല, മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ട് മനസ്സിലാക്കുന്നില്ല. പക്ഷെ തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നാം. പക്ഷെ നമ്മളൊക്കെ വളർന്നു വന്നൊരു അന്തരീക്ഷം എന്ന് പറയുന്നൊരു സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു അന്തരീക്ഷമാണ്. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് മുതൽ തന്നെ നമ്മളൊരുപാട് അയൽവാസികൾ ഹൈന്ദവ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ സ്നേഹപരമായ അവരുടെ ക്ഷണം, അവരുടെ വീട്ടിൽ പോയി സദ്യ കഴിക്കും, അവരുടെ വീട്ടിൽ പോയി പായസം കഴിക്കും. പലപ്പോഴും ഞങ്ങൾ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ അവരുടെ നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് ബിരിയാണികൾ കൊടുത്തേക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കൊടുത്തും കൊണ്ടുമൊക്കെ നമ്മൾ നടത്തുന്ന ഒരു സ്നേഹ സൗഹാർദ്ദം, അത് പാരമ്പര്യമായി നമ്മൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമ്മൾ അനുഭവിച്ചുകൊണ്ട് വളർന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു പുതുമായി തോന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു നമ്മുടെ ഒരു കോ എക്സിസ്റ്റൻസ്, അത് ഇപ്പോൾ പ്രവാചകൻ്റെ കാലത്ത് അവിടെ നിന്നിരുന്ന ജൂത ക്രൈസ്തവ സമൂഹം,
അവരോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തി മാതൃക കാണിച്ചാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ മദീനയിൽ ഉള്ള ആ ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് കൊണ്ട് തീരുമാനമെടുക്കാൻ, ഇപ്പോൾ തൗറാത്ത് ഇഞ്ചീൽ പോലുള്ള അവരുടെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ തീരുമാനമെടുക്കാൻ പ്രവാചകന് അനുമതി കൊടുത്തിരുന്നു. അപ്പോൾ ആരെങ്കിലും അവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അവകാശം കൈകടത്താൻ നോക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അന്ത്യദിനത്തിൽ ഞാൻ അവരുടെ ശത്രുവായിരിക്കുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മതത്തിൻ്റെ പേരിൽ ഒരാളുടെ വിദ്വേഷം അവരുള്ള അനീതിക്ക് കാരണമാവരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് അങ്ങനെയുള്ള പരിസ്ഥിതിശാസ്ത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻ്റർവെൻഷൻ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചുള്ള ആ മനുഷ്യൻ എന്നുള്ള മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ സാമൂഹിക പുരോഗതി ഉണ്ടാക്കാനും ആ രീതിയിൽ മാത്രമാണ് നമുക്ക് സാധിക്കുക. പക്ഷേ ഇതേ മലപ്പുറത്തെ കുറിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. അങ്ങേയറ്റം വിദ്വേഷപരമായ ആ സ്റ്റേറ്റ്മെൻറ്റിനെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലും പൊതുവേദിയിൽ തള്ളി പറയാതെ പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി അത് മുസ്ലിം ലീഗിൻ്റെ ആരയിൽ കിട്ടുകയും ചെയ്തു ആ ഒരു വിമർശനത്തെ. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു അപകടം ചെറുതല്ലല്ലോ എന്നുള്ളത്. അതിപ്പോൾ കുറച്ചു കാലമായി ഇപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ ഒരുപാട് ബാഹ്യശക്തികൾ കേരളത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ധ്രുവീകരണ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിലേക്കും കടന്നു വരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ BJP RSS ഒക്കെ ഇവിടെ ഹെയ്റ്റ് സ്പീച്ച് നടത്തിക്കൊണ്ടാണ്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെയൊക്കെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഹെയ്റ്റ് സ്പീച്ചാണ്. അപ്പോൾ ഹെയ്റ്റ് സ്പീച്ച് നടത്തിക്കൊണ്ട് നമ്മുടെ ജനങ്ങളുടെ മനസ്സിനിടയിൽ ധ്രുവീകരണമുണ്ടാക്കി, വിദ്വേഷമുണ്ടാക്കി, വിഭാഗീയത ഉണ്ടാക്കി, അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൈക്കൊള്ളാൻ എളുപ്പമാണ് എന്ന ഒരു തന്ത്രം, അത് വളരെ പെട്ടെന്ന് അത് നടപ്പിലാകാൻ സാധിക്കും എന്ന് കണ്ടെത്തി. അപ്പോൾ ആ ഒരു രീതിയിലുള്ള തന്ത്രം വീണ്ടും കേരളത്തിൽ ഒരിക്കലും ഇവിടെ ഒരു സംഘപരിവാർ ശക്തികൾക്കോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് അവർ ഇവിടെ തുറന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, ആരെങ്കിലും അങ്ങനെയുള്ള ഈ പൊള്ളുന്ന വാക്കുകൾ ഇട്ടുകൊടുത്തുകൊണ്ട് അതിൽ കൂടുതൽ ചർച്ചാ വിഷയമാക്കി അത് വഷളാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ മുസ്ലിം ലീഗ് വളരെ പക്വമായി അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രത്യേകിച്ച് യുവാക്കളിലാണ് അങ്ങനത്തെ വൈകാരിക പ്രകടനം. അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി അണികൾക്ക് നിർദ്ദേശം കൊടുത്തത് ഇത് ഇവിടെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇവിടെ കത്തിക്കാനുള്ള ശ്രമമാണ്, നമ്മളതിൽ വഞ്ചിതരാവരുത്, ഇതൊക്കെ പക്വമായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നമ്മൾ തള്ളിക്കളയുക. കാരണം അത് കേരളം ഒരു നിലക്കുമുള്ള വില കൽപ്പിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. പൂച്ചക്കുട്ടി പോലുള്ള ഒരു വിലയും കൊടുത്തിട്ടില്ല പ്രസ്താവനക്ക് എന്നുള്ള. അപ്പം അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞ് അത് ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മലപ്പുറം എന്നും എന്താണ് കേരളം എന്നുള്ളതൊക്കെ ജനങ്ങൾ ഇപ്പോഴും അത് പച്ചവെള്ളം പോലെ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ സംഘപരിവാറിനോട് ചേർത്ത് വെക്കുന്ന ഒരു പൊതുവിൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഇതിനോട് പലപ്പോഴും ചേർത്ത് വെക്കാറുണ്ട്. കാരണം അവരുടെ ആശയം അവരുടെ ആദർശം എന്നുള്ളത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണമെന്നും ഭരണ നേതൃത്വത്തിലേക്ക് മതപണ്ഡിതർ വരണമെന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ആശയം മുന്നോട്ട് വെക്കുന്നവർ വരണമെന്നുള്ളതാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ അങ്ങനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് അത് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ടായി. അപ്പോൾ മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ഒരു സമീപനത്തിൽ ഒരു അയവ് വന്നിട്ടുണ്ടോ സമീപകാലത്ത്? അല്ല, മുസ്ലിം ലീഗിൻ്റെ നയം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മതേതര ബോധവും അതുപോലെ ഇവിടെ സമാധാനവും ഒക്കെ ഇവിടെ നിർത്താനും തീവ്രമായ ഒരു സമീപനവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ നയം. അതിൽ നിന്ന് അത് അങ്ങനെ പോകുന്ന ആളുകളുമായാണ് മുസ്ലിം ലീഗ് എന്നും സഹകരിക്കാറുള്ളത്. ആ രീതിയിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനെ ഇപ്പോൾ ഒരുപാട് മുസ്ലിം ലീഗ് പല ഘട്ടത്തിലും അത്തരം വൈകാരികമായ സന്ദർഭം വന്നപ്പോഴൊക്കെ നേരത്തെ ഞങ്ങളുടെ പിതാവ് ചെയ്ത് മുഹമ്മദ് ശിഹാബ് തങ്ങൾ പങ്ങാടിപ്പുറത്ത് തലക്ഷേത്രത്തിൽ ഇങ്ങനൊരു വൈകാരികമായ സംഭവം ഉണ്ടായപ്പോൾ അതിനെ സംയമനത്തോടു കൂടി സമീപിക്കാൻ അദ്ദേഹം പറഞ്ഞു. ബാബരി മസ്ജിദ് തകർത്തപ്പോഴും ആ രീതിയിലുള്ള
ഒരു അപ്രോച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് ഒന്നും അത്തരം ആ രീതിയിലുള്ള പക്വമായും അതുപോലെ തന്നെ മധ്യമ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നവരുമായും മാത്രമാണ് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഭൂരിഭാഗം അംഗങ്ങളും ഒരുപക്ഷെ സുന്നി വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അവ താരതമ്യേന അംഗബലത്തിലും എണ്ണത്തിലും കുറവുള്ള ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്താനുള്ളൊരു സ്ട്രൈറ്റ് തീരുമാനം എടുക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ ഇപ്പം എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ രാജ്യം മുസ്ലിങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെ മുസ്ലിം ഐക്യം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ പിതാവ് ഉള്ള സമയത്ത് തന്നെ ഒരു മുസ്ലിം സൗഹൃദവേദി രൂപീകരിച്ചിരുന്നു. അതിൽ മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും ഉള്ള ഒരു പ്രൊട്ടക്ഷൻ, സംരക്ഷണം, എല്ലാവർക്കും സംരക്ഷണം ഉണ്ടാവണം, അതിൽ നമ്മൾ ഒന്നിച്ച് യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തു പോന്നിട്ടുള്ളത്. അത് നമ്മൾ പൊതുവായ രീതിയിൽ നമുക്ക് ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ഒറ്റക്കെട്ടായ ഒരു ഐക്യത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരെയും നിർത്തുക എന്നുള്ളത് നേരത്തെ നമ്മൾ എടുത്ത് വരുന്നൊരു തീരുമാനമാണ്. അതിലൊരു കുറെ കൂടെ മതേതരമായ അതല്ലെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന നൂതനമായ ആശയം മുന്നോട്ട് വെക്കുന്ന മുസ്ലിം ലീഗിന് ഇവരുടെ തീവ്രമായ കാഴ്ചപ്പാടിനെ ഒരു തരത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട സമരത്തിൽ ബ്രദർഹുഡ് ആയ ആളുകളുടെ നേതാക്കളുടെ ചിത്രങ്ങൾ മുന്നോട്ട് വെച്ച് രാഷ്ട്രീയ കേരളം വലിയ രൂപത്തിൽ ചർച്ച അത് അവർ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്താനുള്ള ഒരു നിലപാട് എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അല്ല, അങ്ങനെയല്ല. അതിപ്പം മുസ്ലിം ലീഗ് എല്ലായ്പ്പോഴും നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. ഇപ്പം ഈ ഒരു സമയത്ത് ആരെയും അകറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമില്ല. അപ്പം ഒരുപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ മുസ്ലിം സമൂഹം നേരിടുമ്പോൾ അവിടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് ഫാഷിസത്തിനെതിരെ പോരാടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് കേക്ക് മുറിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ആ ഒരു കേക്ക് മുറിച്ചതിനെതിരെ പിന്നീട് അപ്കമിങ് ഡേയ്സിലുണ്ടായ വിവാദങ്ങൾ എന്നുള്ളത് അമ്പലക്കടവ് അമീദ് ഫൈസി പറയുന്നു ഇത് മതവിരുദ്ധമാണ്, അങ്ങനെ സംവിധാനം പാടില്ല എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് അവജ്ഞയോടെ തള്ളും എന്നുള്ളത്. അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നു വിശ്വാസത്തിൽ പിൻപറ്റരുത്, പക്ഷേ സൗഹൃദമാകാമെന്ന് പറയുന്നു. അല്ല, ഇതൊക്കെ വെച്ചാൽ നമ്മളിതിങ്ങനെ പറഞ്ഞ് ഇതൊരു വിവാദമാക്കേണ്ട ഒരു കാലഘട്ടമല്ലേ അത്. എല്ലാവരും ഇന്ത്യയിലൊരു വിഭാഗീയത ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത് ഫാഷിസ്റ്റ് ശക്തി നോക്കുന്നു, നമ്മളെ സൗഹൃദം തകർത്താൻ ആളുകൾ നോക്കുന്നു, നമ്മുടെ കോ എക്സിസ്റ്റൻസ് തകർക്കാൻ നോക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരുമ നമ്മൾ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സന്ദർശിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു സ്വാഭാവികമായും ഈ കാലത്ത് അനിവാര്യമായി മാറുന്ന ഓരോ സാഹചര്യങ്ങളാണ്. അപ്പോൾ അവിടെ അത് വിവാദമാക്കി മാറ്റി സമയം കളയാനല്ല ഈ ഒരു ഘട്ടം എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും മുസ്ലിം ഒപ്പം നിന്നിരുന്ന സമസ്തയുടെ നേതാക്കളാണ് സമീപകാലത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒരു പാണക്കാട് കുടുംബത്തെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത്. അത് ഏതെങ്കിലും ഗൂഢാലോചനയുടെ പുറത്താണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സാമൂഹികമായ മുന്നേറ്റത്തിന് വേണ്ടി നിലകൊള്ളുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. വിവാദങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ അതിൽ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാറില്ല. ഞങ്ങൾ നമ്മുടെ വർക്കായി മുന്നോട്ട് പോകും. പക്ഷേ എല്ലാ കാലത്തും ഒരു മുസ്ലിം ലീഗിനൊപ്പം നിന്ന സമസ്തയെ പിണക്കാതിരിക്കാനുള്ള ഒരു നടപടി കൂടെ ലീഗിൻ്റെ കൂടെ എപ്പോഴും സമസ്തയുണ്ട്. സമസ്ത എന്ന് പറയുന്നൊരു വലിയ ഒരു പണ്ഡിത സഭയാണ്. ആ പണ്ഡിത സഭയുടെ കീഴിൽ മുസ്ലിം ലീഗും സമസ്തയും ഒന്നിച്ച് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ പോവുകയുള്ളൂ. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചപ്പെട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതൊന്നും വലിയ ഭാവി കൂടുതൽ കാലം അതൊന്നും നിലനിൽക്കില്ല, അതൊക്കെ ഒന്നിച്ചു പോകും. പക്ഷെ അതേ സമസ്ത തള്ളിയ ഹക്കീം ഫൈസി ആദർശയുടെ സംവിധാനത്തെ മുസ്ലിം ലീഗ് ഒന്നാകെ ഏറ്റെടുക്കുകയാണ്. കാരണം ഇപ്പോൾ അതിൻ്റെ സമീപകാലത്ത് ഉണ്ടായ ഒരു ക്യാമ്പസ് ഫെസ്റ്റിന് മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും പിന്തുണച്ചുകൊണ്ട്, അപ്പോൾ ഇതൊരു തരം ഒരു പോരിനെ പ്രകടമാക്കുന്ന ഒരു സാഹചര്യം. ഇതിപ്പം നല്ല വെഞ്ചേഴ്സൊക്കെ എൻറ്റിറ്റിയൊക്കെ നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരം സംവിധാനങ്ങളെ മുസ്ലിം ലീഗ് അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതും അത് ഇവിടെ നടത്തിയിട്ടുള്ളൊരു സാംസ്കാരിക വിപ്ലവങ്ങൾ അത് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. സമസ്തയുടെ പക്ഷം ചേരുകളിൽ എന്തിനാണ് മുസ്ലിം ലീഗ് എന്താണ് അവിടെ പരിപാടി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ പ്രസക്തമാവുന്നത്. അല്ല, മുസ്ലിം ലീഗിന് ചില കാര്യങ്ങൾ ഇവിടെ എല്ലാത്തിനെയും
ഇവിടെ ചെറുകരിഞ്ഞ് തീർക്കുക എന്നുള്ളത്, അത് എല്ലാ നല്ല സിസ്റ്റത്തെയും ഇവിടെ നിലനിർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി നിലക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത്തരം സമീപനങ്ങൾ വരുന്നത് എന്നുള്ളത് അല്ലേ. പക്ഷേ ഈ കെ വിഭാഗം സമസ്തരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഇത്തരം തർക്കങ്ങൾ മുസ്ലിം ലീഗിന് ഏതെങ്കിലും ഒരു ആശങ്ക ഉണ്ടോ? കാരണം ഒരു പവർ വോട്ട് ബാങ്ക് ആണ് അവര്, ഒരു പരസ്പരം ഭിന്നിക്കുന്നത്, ഞങ്ങളുടെ ഒരു ബാക്ക് സപ്പോർട്ടിന് ടെൻഷൻ ഉണ്ടോ എന്നുള്ളത്? ഇല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരുമിച്ച് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യൂണിറ്റി ഓഫ് അവർ റിലീജിയൻ, യൂണിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി, ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില സമയത്ത് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഭാഗീയമല്ല ഏത് രീതിയിൽ അസ്വസ്ഥമായിട്ടുള്ള ചില അന്തരീക്ഷം ഉണ്ടാവും. അതൊക്കെ ചർച്ചകൾ അതിൻ്റേതായ രീതിയിൽ നടക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്കൊരു പോസിറ്റീവായി കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. സമസ്തക്കും ലീഗിനിടയിലും പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അത് ലീഡേഴ്സ്, ഇപ്പം സമസ്തയുടെ പ്രസിഡന്റ് ആണെങ്കിൽ സാദിഖ് ഋഷിയാബ്ദങ്ങളൊക്കെ ആ രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും അവർ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു വലിയൊരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളത്, നമ്മൾ നേരത്തെ തന്നെ തങ്ങൾ മെൻഷൻ ചെയ്തതുപോലെ ഫാഷിസം ഇങ്ങേയറ്റ അടുക്കള വരെ എത്തി അതിന്റെ അപകട സാഹചര്യം സംസാരിക്കുമ്പോൾ മലപ്പുറത്തെ ഒരു ചിത്രം എന്നുള്ളത് ഒരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളായിട്ട് വരുന്നൊരു കാര്യം എന്നുള്ളത് പരസ്പരം വേദി കെട്ടി ഓഡിയോ ക്ലിപ്പ് കാണിച്ചും മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയ വാർത്തകളും തമ്മിൽ തല്ലും. അപ്പോൾ ഇവിടെ ഗൗരവത്തിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട മറ്റു പ്രശ്നങ്ങളെക്കാൾ അതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് വാർത്തകൾ മാത്രമാണ് ആളുകൾ വലിയ രീതിയിൽ പുറത്തു കൊണ്ടുവരുന്നത്, പ്രചാരം വരുന്നുണ്ട്. നമുക്ക് അതൊക്കെ തള്ളിക്കളഞ്ഞ് നമുക്ക് പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, നേതൃത്വം കൂടെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതിലൂടെ, കാരണം നമ്മുടെ കാലിനടിയിലുള്ള മണ്ണ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് ഉറപ്പിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഞങ്ങൾ ഏത് രീതിയിലും ഞങ്ങളുടെ ശ്രമം ഉണ്ടാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ 89 സമസ്ത പിളർന്ന ശേഷം കാന്തപുരം വിഭാഗവുമായി പ്രത്യക്ഷത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. പക്ഷേ 2024 ഡിസംബറിൽ നടന്ന SYSന്റെ സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി അതിഥിയായിരുന്നു, PK ഫിറോസ് അതിഥിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മാറ്റത്തിന്റെ സൂചനകൾ കൂടെ അതിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ ഒരുമയുടെ ഒരു കാലഘട്ടമാണ്, എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ളത് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാലഘട്ടം ആഗ്രഹിക്കുന്നു, കാലഘട്ടത്തിൽ അത് അനിവാര്യതയായി മാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതും. മുസ്ലിം ലീഗ് ഇപ്പോൾ കാന്തപുരം വിഭാഗത്തെ കൂടെ പരിഗണിക്കുന്ന രൂപത്തിലാണ് വിശാലമായ പദ്ധതികളുമായി. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, അവരുമായി സഹകരിച്ചുകൊണ്ട് അവരെ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവരും പോവാറുണ്ട്. അങ്ങനെ ഇപ്പോൾ കാലങ്ങൾ ഇപ്പോൾ വിട്ടുവീഴ്ചകൾ ഉണ്ടാവുന്നതാണ് മനുഷ്യൻ്റെ പുരോഗതിയെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്നത്. ആ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോവുക, എന്നും വിഘടിച്ച് നിൽക്കേണ്ടവരല്ലല്ലോ നമ്മൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ UDFന്റെ കണക്ക് പരിശോധിച്ചാൽ പെർഫോമൻസിൽ എല്ലാ കണക്കുകൾ കൊണ്ടും മുസ്ലിം ലീഗാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷെ മുസ്ലിം ലീഗ് ഏതെങ്കിലും നിലക്കൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം വന്നാൽ രാഷ്ട്രീയ കേരളത്തിൽ ആകെ അത് ഒരു മുസ്ലിം ലീഗ് എന്തോ ഒരു അവകാശത്തിന് പുറത്തുള്ളത് ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളൊരു നെറേഷൻ നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതൊക്കെ മുസ്ലിം ലീഗിന് നേടിയെടുക്കാൻ സാധിക്കും. ആ രീതിയിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ അവകാശവാദങ്ങൾ അതിന് വലിയ വില കൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ഘടകകക്ഷികളും ഗവൺമെൻറ്റൊക്കെ ആ രീതിയിൽ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗ് ഒന്നും വെറുതെയോ അല്ലെങ്കിൽ അനാവശ്യമായി ചോദിക്കുന്ന ഒന്നല്ല, വളരെയധികം പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതും അവകാശങ്ങൾ ഉന്നയിക്കുന്നതും. കഴിഞ്ഞ മാസം മലപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്നുള്ള പോലൊരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ വേദിയിൽ വെച്ച് സാദിഖ് അലി ശിഹാബ് ഒരു സൂചന പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ അർഹനാണ്, മുഖ്യമന്ത്രിയാവാൻ അർഹനാണ് എന്നുള്ളത്. അത് ഇതിനോടൊക്കെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ്. അല്ല, അത് സ്വാഭാവികമായും ഉള്ള ചോദ്യങ്ങൾ പ്രതികരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും, ഒരു സ്വാഭാവികമാണ്. പക്ഷേ മുസ്ലിം ലീഗ്, എനിക്ക് തോന്നുന്നത് ഞങ്ങളിപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗിനൊരു മുഖ്യമന്ത്രി വേണം എന്നുള്ളൊരു ആവശ്യമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. മുസ്ലിം ലീഗ് അർഹനാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിം ലീഗ് നേരത്തെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആദ്യം ഭരണത്തിൽ വരിക, അതിനുശേഷം ആരാ മുഖ്യമന്ത്രി ആകണമെന്നുള്ളത് മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ നേതൃത്വം വഹിക്കാൻ പാണക്കാട് നിന്ന് നേതാക്കളെത്തും, പക്ഷെ മത്സരരംഗത്ത് ഉണ്ടാവാറില്ല. അതൊരു മുഹമ്മദ് ശിഹാബ് തങ്ങൾ, പൂക്കോയ തങ്ങൾ മുതലുള്ള ശീലം അതാണ്. ഏതെങ്കിലും നിലക്കൊരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവോ?
ഇല്ല, ഞങ്ങൾ അതിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സോണിൽ നമ്മൾ കംഫർട്ടാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഈ ഒരു മേഖലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, ഞങ്ങളൊക്കെ ഒരു പൊതുപ്രവർത്തകരാണ്. ഒരു സാമൂഹ്യ സേവനം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നൊരു സ്പേസ് കൂടിയാണ് ഞങ്ങളുടെ കുടുംബം. അതിനപ്പുറത്തേക്ക് അധികാരത്തിൽ വന്നുകൊണ്ട് കൂടുതൽ ചെയ്യാൻ കഴിയണം എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അതിലേക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള അവസരമായി നമ്മുടെ പൊസിഷനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു മതേതര സ്വഭാവം എന്നുള്ള ഒരു പ്രചാരം വരുന്ന സമയത്തുള്ള വിമർശനമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് തക്ബീർ വിളിക്കുന്ന കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിലമ്പൂര് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൻ്റെ തുടക്കത്തിൽ മറ്റേ ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങിയ രൂപത്തിൽ വലിയ വിമർശനം CPM-ന്റെ പ്രൊഫൈലുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മതേതര സ്വഭാവം ലീഗിൻ്റെ പാർട്ടി വേദികളിലൊക്കെ ഞങ്ങൾ ഖുർആൻ ഓതിയാണ് തുടങ്ങാറ്. ഇന്നലെ UDF-ന്റെ പരിപാടിയല്ല, ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയാണ്. അതെ, മുസ്ലിം ലീഗിൻ്റെ പരിപാടിയാണ്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ വേദികളിൽ ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അത് നേരത്തെയുള്ള ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചാപ്പരങ്ങാടി വാപ്പുസ്ലിയാരായിരുന്നു നേരത്തെ പ്രാർത്ഥിച്ചിരുന്നത്. ഞങ്ങളുടെ ഇപ്പം എല്ലാവരും ആണെങ്കിലും അവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടാണ് ഞങ്ങളെല്ലാ സാധാരണ യോഗമാണെങ്കിലും സമ്മേളനമാണെങ്കിലും വർക്ക് കമ്മിറ്റി ആണെങ്കിലൊക്കെ പ്രാർത്ഥന നടത്തിയിട്ടാണ് തുടങ്ങാറ്. ഈ മുസ്ലിം ലീഗിൻ്റെ നമ്മൾ പൊതുവായ മതേതര പദ്ധതികളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഇതേ ഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. സ്വവർഗാനുരാഗികളായ ആളുകളെ മുസ്ലിം ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ സൊസൈറ്റി അതിനെക്കുറിച്ച് വളരെ വിശാലമായി ചിന്തിച്ച് അവർക്ക് അവസരങ്ങളും സാധ്യതകളൊക്കെ കൊടുക്കുന്നൊരു സമയത്ത് മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു പ്രോഗ്രസീവായ നിലപാടിലേക്ക് എത്താത്തത് എന്നുള്ളത്? അല്ല, മുസ്ലിം ലീഗ് ഒരു മൂല്യാധിഷ്ഠിത മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മതത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ സൊസൈറ്റിയിലുള്ള അവരെ കൂടെ പരിഗണിക്കണം എന്നുള്ളൊരു രാഷ്ട്രീയമുണ്ടല്ലോ. അതെ, അതിന് ഞങ്ങളൊരിക്കലും അതിന് എതിരല്ല. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ നിയമങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ അവരെ പരിഗണിക്കാൻ അതേത് അർത്ഥത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബോധം ഉണ്ടാവേണ്ടതുണ്ട്. അത് അവരുടെ മാനസികാവസ്ഥയും അവരുടെയൊക്കെ ഒരിക്കൽ പർപ്പസ്ഫുള്ളി അവർ സ്വയം മാറാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ടായേക്കാം. സ്വതന്ത്രമായ ചിന്തകൾ, ആ ചിന്തകൾക്കനുസരിച്ചുകൊണ്ട് ഞാനൊരു പുരുഷനാണ്, ഞാനൊരു സ്ത്രീയാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നി ആ രീതിയിൽ ചിന്തയുണ്ടെങ്കിൽ ആ ചിന്തക്കനുസരിച്ച് നമ്മുടെ മനസ്സും ശരീരവും മാറ്റുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ പ്രകൃതിയോട് ചെയ്യുന്നൊരു വലിയ വിരുദ്ധതയാണ്. അപ്പം ആ രീതി അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതും അതൊക്കെ ഒരുപാട് സെൻസിറ്റീവ് ഇഷ്യൂ ഒക്കെയാണ്. അപ്പം അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അതൊക്കെ ഒരു ആ രീതിയിലോട്ട് മോഡസ്റ്റായി ഞങ്ങളത് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലേഷ്യയിൽ ഉൾപ്പെടെ പുറത്തു പോയി പഠനം നടത്തി ബിരുദ പഠനം ഉപരിപഠനമൊക്കെ പൂർത്തീകരിച്ച ഒരാളെന്ന നിലക്ക് ഈ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഒരു കരിയർ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു? തീർച്ചയായും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാനൊരു രാഷ്ട്രീയം എന്നല്ല എൻ്റെ എപ്പോഴും ഒരു, പക്ഷെ അങ്ങനെയല്ല, പകൽ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിദേശത്ത് പോയി പിന്നെ പിതാവിനെ പോലെ ഒരു വലിയൊരു ടവർ പേഴ്സണാലിറ്റി കണ്ടുകൊണ്ട് വളർന്നപ്പോൾ എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയും അവിടെ പഠിപ്പിച്ച നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ മാറുകയും ഒരു ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന രീതിയിൽ ഡിപ്ലോമാറ്റിക് മേഖലയിലൊക്കെ ജോലി ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്തം ഇവിടെ അതിലേറെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അറിവും പരിചയ സമ്പന്നതയും നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭാഗമായിട്ടുള്ള ഒരു വലിയ സൊസൈറ്റി ഉണ്ട്, അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത്.